ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ ഓസ്ട്രേലിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ഗസയിലെ ഇസ്രായേൽ നടപടികൾ മുൻനിർത്തി ഇസ്രായേൽ രാഷ്ട്രതലവന് നൽകുന്ന സ്വീകരണം നിയമപരമായും രാഷ്ട്രീയമായും വലിയ തർക്കങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. 2025 ഡിസംബറിലെ ബോണ്ടി ബീച്ച് ആക്രമണത്തിന് പിന്നാലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനെ ഓസ്ട്രേലിയയിലേക്ക് ക്ഷണിച്ചത്. ക്ഷണം സ്വീകരിച്ച അദ്ദേഹം 2026 ഫെബ്രുവരി 8 മുതൽ 12 വരെ 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഓസ്ട്രേലിയയിൽ എത്തുമെന്നാണ് നിലവിലെ റിപ്പോർട്ട്. എന്നാൽ ഗസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ഈ സന്ദർശനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഓസ്ട്രേലിയയിൽ നടക്കുന്നത്. ഐസക് ഹെർസോഗിനെ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രവേശനാനുമതി നിഷേധിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓസ്ട്രേലിയയിലെ ഫലസ്തീൻ അനുകൂല ഗ്രൂപ്പുകളും മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. ഗസയിൽ നടക്കുന്ന വംശഹത്യയിൽ ഹെർസോഗിന് പങ്കുണ്ടെന്നാണ് ഇവരുടെ ആരോപണം. ഓസ്ട്രേലിയൻ അറ്റോർണി ജനറലിനും ആഭ്യന്തരമന്ത്രിക്കും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പരാതികളും പ്രതിഷേധക്കാർ നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത്. ഗസയിലെ സൈനിക നടപടികൾക്കിടെ ഹെർസോഗ് നടത്തിയ പ്രസ്താവനകൾ വംശഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നാണ് പ്രതിഷേധക്കാർ വാദിക്കുന്നത്. വംശഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും പ്രതിഷേധക്കാർ പറയുന്നു. ഓസ്ട്രേലിയൻ നിയമം അനുസരിച്ച് യുദ്ധക്കുറ്റങ്ങളിൽ ആരോപണ വിധേയരായ വ്യക്തികളെ അറസ്റ്റ് ചെയ്യാൻ വ്യവസ്ഥയുണ്ടെന്നും ഇവർ അധികൃതരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.